ട്രിപ്പ് മോഡോ ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നുണ്ടാ. അപ്പോൾ പുതിയൊരു വീഡിയോകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫാമിലിയുമായിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. ഇപ്പോൾ എന്തായാലും സമ്മർ കഴിഞ്ഞ് ഓട്ടമായി. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് അപ്പോൾ ഓട്ടം സ്റ്റാർട്ടിംഗ് ആണല്ലോ. സോ ഈ ഒരു സമയം നമുക്ക് എന്താണ് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ബ്ലാക്ക്പൂൾ. നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബ്ലാക്ക്പൂളിലേക്ക് വീണ്ടും പോവാണ്. അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. സോ ഇവർക്ക് ഇവിടുത്തെ ബീച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ബ്ലാക്ക്പൂള്. അപ്പോൾ എന്നൊരു ബ്ലാക്ക്പൂൾ ട്രിപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് വെച്ചാൽ ഡീൻസ് ഗേറ്റിൽ നിന്ന് ആണ് പോകുന്നത് കേട്ടോ. ഡീൻസ് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബ്ലാക്ക്പൂളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ചെറിയൊരു ട്രാവൽ വ്ലോഗാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് കാണാം കൂടുതൽ കാഴ്ചകൾ. ഫൈനലി നമ്മൾ ബ്ലാക്ക്പൂൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ബ്ലാക്ക്പൂൾ വരുന്നത്. അവിടെ നിറങ്ങുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. ഇവിടെ നല്ല ചൂട് കാര്യം കേട്ടോ. അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. സോ നമ്മളതിന് ബ്ലാക്ക്പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരു നല്ല തിരക്ക് കിട്ടും, എന്താണെന്ന് അറിയില്ല, ഭയങ്കര തിരക്കുണ്ടെന്ന്. ട്രെയിനകത്ത് വെച്ച് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ തിരക്കായിരുന്നു. എവിടേക്കാ തെറിച്ച് പോവാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. വേറെ വണ്ടിയൊന്നും വിളിച്ച് പോകണ്ട, നടന്നു പോകുന്ന ദൂരമുള്ളൂ. അപ്പോൾ വാ, എവിടെ ഒരുത്തി തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക്പൂൾ ട്രിപ്പ് റെഡി അല്ലേ ഉള്ളു. സോ നമ്മൾ ബ്ലാക്ക്പൂളിൽ ഒരാൾ വരുവാണെങ്കിൽ വണ്ടി വിളിക്കാനൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നിന്നെല്ലാം നടന്നു പോയി കാണാനുള്ള ദൂരമേ ഉള്ളൂ, ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ. ഓക്കെ, നമ്മളിന്ന് ഫുള്ള് വാക്കിംഗ് ടൂറാണ് കേട്ടോ. വാക്കിംഗ് ടൂർ. നടന്നോ നടക്കാൻ മടിയില്ലാത്ത ഒരേ ഒരു കുട്ടിയാട്ടോ എൻ്റെ ഇവിടെ ഉള്ളത്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്നും ഉറക്കല്ലാണ്ട് പിന്നെ ഞങ്ങൾ വേറെ കുട്ടിയെ വിളിക്കും. അപ്പോൾ ബ്ലാക്ക്പൂൾ സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്നിട്ട് നമ്മൾ എല്ലാ സൈഡിൽ നിന്നും കാണിച്ചു തരുന്നത് ഒരിക്കലും ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ ഗൈസ്, ബ്ലാക്ക്പൂൾ സമ്മർ പൊടിയാണ് കേട്ടോ. അതുമാത്രമല്ല വിൻ്റർ ആകുമ്പോൾ ഇവിടെ കുറേ ലൈറ്റ് ഷോസും കാര്യങ്ങളൊക്കെ കാണും. നല്ലൊരു ഏരിയ ആണ്, വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ കേട്ടോ ബ്ലാക്ക്പൂൾ. അപ്പോൾ യു കെയിലുള്ളവർക്ക് വരുവാണെങ്കിൽ നമ്മുടെ നല്ല അടിപൊളി ബീച്ചും അതേപോലെ നല്ല സ്ഥലമാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക്പൂൾ വന്നിട്ട് ഇവിടുത്തെ ആ ഒരു ടവറുണ്ട്, ആ ടവർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും തന്നെ അത് അടച്ചായിരുന്നു. ഇന്നപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ടവറിലേക്കാണ്. എന്നിട്ട് ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, ഫോട്ടോഷൂട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ മാക്സിമം പോയിട്ട് കാണിച്ചു തരാം വഴികളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക്പൂൾ യെസ്. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡിസംബർ ആകുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റിങ്ങിനുള്ള പരിപാടിയൊക്കെ സെറ്റായി തുടങ്ങി. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഇവിടെ ലൈറ്റിങ് ഉണ്ട് തോന്നുന്നു കേട്ടോ. വളരെ മനോഹരമായിരിക്കും രാത്രി. അപ്പോൾ നമ്മൾ ആ മുകളിൽ കാണാൻ പോകുന്ന ആ ടവറില്ലേ, ആ ഗ്ലാസ് ടവറിന് മേലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയില്ലായിരുന്നു, ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിലിരുന്നിട്ട് നല്ല വൈബാണ്, ബീറടിക്കാൻ. അപ്പുറത്ത് നല്ല കടൽ, കാറ്റ്, ഉള്ള പൊളിയല്ലേ. അതല്ലേ പബ്ബ്, പാർട്ടി, പാർക്ക്, ഇതൊക്കെ തന്നെയാണ്. സോ ഫൈനലി നമുക്ക് ബ്ലാക്ക്പൂൾ ടവറിൻ്റെ ഇത് കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ് ബ്ലാക്ക്പൂൾ ടവർ കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഗ്ലാസ് ടവറിൽ കയറാനായിട്ട് നമുക്ക് 5ാമത്തെ ഫ്ലോറിലേക്കാണ് പോകണം. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് വേണം അകത്തേക്ക് പോകണമെങ്കിൽ. ഓക്കെ, സോ നമ്മൾ ഗ്ലാസ് ടവറിലേക്ക് പോകണം കേട്ടോ. ഗ്ലാസ് ടവറിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു 3D ക്ലാസ് തന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യിപ്പിക്കും. ശരിക്കും ഈ ഗ്ലാസ് ടവറിൽ നമ്മൾ പോയി കാണുന്നത് എന്താണെന്ന് ജസ്റ്റ് അവർ 3Dയിലൂടെ കാണിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ
നീ കൂടുതൽ നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോണ്. പേടിയുള്ളവരൊക്കെ മാറിയിരുന്നു. ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. 3D ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. എന്താണ് സംഭവം എനിക്ക് അറിഞ്ഞൂടാ, പോയി നോക്കാം. ഒടുവിൽ എക്സ്പീരിയൻസ് പൊളിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ എക്സ്പീരിയൻസാണ്. നമ്മളിപ്പോൾ വെള്ളം നമ്മുടെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ തെളിച്ച് വിടും. അതേപോലെ തന്നെ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു കടലോരത്തിലൂടെ നടക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ശരിക്കും നമ്മൾ നടക്കുന്ന ഫീല് നമുക്ക് അവിടെ കിട്ടുന്നില്ല. ഇനി നമുക്ക് പോകുന്നത് ടവർ ബ്രിഡ്ജിലേക്കിട്ടാണ്. നമ്മളെ എൻട്രി ചെയ്യാനുണ്ട് അതിനകത്ത് കയറ്റിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ടവറിലേക്ക് കയറുന്നത്. ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എല്ലാവർക്കും പറ്റുന്നവർക്ക് വന്ന് അവർ എക്സ്പ്ലോർ ചെയ്യുക. ചൈനയിലേക്കൊന്നും പോകണ്ട, ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ടവറിൽ ഒന്ന് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും കേട്ടോ. എന്തായാലും അത് പൊളിച്ച് നിങ്ങൾ കണ്ടത് മനസ്സിലാക്കും. രക്ഷയില്ലാട്ടാ, എന്നെ നോക്കുമ്പോൾ ഗ്ലാസ് ഇടാത്ത പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ. ഗ്ലാസ്സിൽ കൂടെ തന്നെ പോകും. ബ്ലാക്ക് ഒറ്റ നോട്ടത്തിൽ ബ്ലാക്ക് ഫോട്ടോ ഒന്നുമില്ല, ഓൺലി വീഡിയോ. വെച്ചു എങ്ങനെയുണ്ട്? ബ്ലാക്ക്പൂൾ ചുറ്റും കാണാണ്ടോ, ഒരു രക്ഷയില്ല. ചുറ്റും കാണാൻ പറ്റും. ഈ വീഡിയോകളൊക്കെ നോക്കിയേ. നമുക്ക് ഇതിൻ്റെ എല്ലാ വശത്തിൽ കൂടെ പോയി നോക്കിയിട്ട് വരാം. ബ്ലാക്ക്പൂൾ സിറ്റി ശരിക്കും വൈബായിട്ടുണ്ട് കേട്ടോ. ടവർ അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക്പൂൾ മിസ് ചെയ്യാൻ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു 3D ഷോ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. അങ്ങോട്ട് അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടോ? ചേച്ചി അങ്ങോട്ട് പോയി. ഇതെന്തത്? സോ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കാറ്റൊക്കെ കൊള്ളാം. പുറത്ത് നിന്നിട്ട് കുറേ വ്യൂസൊക്കെ കാണാം. പിന്നെ ചുറ്റും നടക്കാം. ബൈനാക്കുലർ പൈസ കിടന്ന മാത്രം. കാറ്റ്. ഇനി ഇതിൻ്റെ മേലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മേലേക്കും പോയിട്ട് വരാം. സിമ്പിളായിട്ട് വീണ്ടും മേലേക്ക് വന്നു കേട്ടോ. ഏറ്റവും ടോപ്പിലെത്തി. ഇനിയും പോകാനുണ്ട് ടോപ്പിലേക്ക്. സോ നമ്മളിപ്പോൾ 412 ഫീറ്റിലാട്ടോ നിൽക്കുന്നത്. ഇനിയും മേലെ കയറാനുണ്ട്, നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മേലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. കാരണം അവിടെ എന്തൊക്കെയോ വിഷയമുണ്ടായിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുക. നെറ്റൊക്കെ ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുക. പുറത്ത് കാണാം. ഒരുപാട് പേര് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും മാക്സിമം ടോപ്പിലെത്തി. ഓക്കെ, പിന്നെ ഒരു ടോപ്പിലേക്ക് പോകാൻ പറ്റില്ല. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ടവർ. ഈ ബ്ലാക്ക്പൂൾ ടവർ, ഈ ബ്ലാക്ക്പൂൾ മൊത്തമായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു പൈസ കൊടുക്കുന്ന ഒരു പുറത്താണ്. 16 സംതിങ്ങേ ഉള്ളൂ, പുറത്താണ്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചക്കര? എങ്ങനെയുണ്ട്? ഇനി ഇവരുടെ എക്സ്പീരിയൻസ് നോക്കാം. രണ്ടുപേരുടെ എക്സ്പീരിയൻസ്. എൻ്റെ എന്തായാലും കിളി പോയി. എങ്ങനെ ഇറങ്ങി അതിൻ്റെ അടിയിൽ നിന്ന് ചാടാൻ മതി.
കണ്ണടച്ച് കിടന്നുറങ്ങണോ ബോധം പോയി അവിടെ ഇറങ്ങി അവിടെ ബോധം പോയി അതെ അവിടെ തലയിറങ്ങി ഇതാണ് ബ്ലാക്ക്പൂളിലെ മറ്റൊരു അട്രാക്ഷൻ, ഈ കടൽ തീരം. ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് ദൂരം സമയമുണ്ടായിരുന്നു. ഒരുപാട് ദൂരത്തേക്ക് മറ്റേ മണൽ മാത്രമായിരുന്നു. ഇപ്പോൾ വെള്ളം കയറിയിരിക്കുക കേട്ടോ. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് ബ്ലാക്ക്പൂൾ. ഇത്ര തന്നെ കിലോമീറ്റേഴ്സ് ഇങ്ങനെ പരന്ന് നിറഞ്ഞ് കിടക്കുക. ഒരുപാട് പക്ഷികൾ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് കുറേ എണ്ണം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. വന്നേ കയറി കയറി നീപ്പാ. ഞാന് വിളിച്ചു വരുത്തണ്ട, ഗ്രൂപ്പായിട്ട് വരും. അത് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തണ്ടാവുന്നത്. വെള്ളം കാണാണ്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുക പിള്ളേർ. ഞാനൊന്നുമില്ല, എൻ്റെ ഷൂ കിട്ടും നനയില്ലേ. ഷൂ എല്ലാം എൻ്റെ ഷൂ ചിലപ്പോൾ നനയാൻ ചാൻസാത്തന്നെ പിള്ളേർ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ. നല്ല തണുപ്പ് തുടങ്ങി, ക്ലൈമറ്റ് മാറി തുടങ്ങി കേട്ടോ. വിൻ്റർ ആകാൻ പോയ സമയമായി. ഗായ്സ്, മിനിറ്റുകൾ കൊണ്ട് വെള്ളം കാണാതായി പോയി. ഇവിടെ ഇത്ര നേരം ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ വലിഞ്ഞു, ഒറ്റയടിക്ക് വലിഞ്ഞു. അടിപൊളി ദിവസം. ഇവിടെ എപ്പോഴും ഇങ്ങനെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഇങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും ഇവിടെ. മുണ്ടെടുത്തിട്ട് അതെ, അടുത്ത് നടന്നിട്ട് ഇവിടെ 2-3 രാപ്പിച്ചക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കണ്ണാടി മാറ്റി, അതാ അടുത്ത ആൾക്ക് കണ്ണാടി കൈമാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബ്ലാക്ക്പൂൾ പൊളി. ഇത് മുണ്ടിറങ്ങിയിട്ടുണ്ട്, മുണ്ടെടുത്തിട്ട്. ഫുൾ വൈബായിട്ട്. രാത്രിയാകുമ്പോൾ ഇനിയും തിരക്ക് കൂടും, കാരണം ഇവിടെ എന്തോ ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ തന്നെയാണ് ഈ സീ ലൈഫ് അക്വേറിയം, അതേപോലെ ഫൺലാൻഡ്, മ്യൂസിയം, അങ്ങനെ കുറേ സംഭവങ്ങൾ ആക്ടിവിറ്റീസിനായിട്ട് വരാം. ചെറിയ ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണോ, വരാം. ഗൈസ്, അപ്പോൾ ഏകദേശം കൊണ്ട് നടന്ന് മടുത്ത്. ഇതൊക്കെ തന്നെ ഉള്ളൂ കാണാനായിട്ട്, വേറെ ഒന്നുമില്ല. പിന്നെ ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറാനായിട്ട് പേടിച്ച് പണ്ടാടുന്നതുകൊണ്ട് ഞാൻ വഴിക്ക് പോയില്ല. ഇനിയിപ്പോൾ അത് ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോവാണ്. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ട്രിപ്പ്.